കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയുമില്ല. കൃഷിക്കാരൻ്റെ ഡിസ്ട്രസ് അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു പദ്ധതിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പറഞ്ഞ കുറേ വാചകങ്ങൾ കുറച്ച് പുതിയ ഡിസൈനിൽ അവതരിപ്പിച്ചു. കർത്തവ്യ പദത്തിൽ നിന്നും ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ കാതലായ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കേരളത്തെ ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഞങ്ങൾ 2013-14 കാലഘട്ടത്തിൽ ഓഫർ ചെയ്താണ് എയിംസ് കേരളത്തിൽ. ഇന്നത്തെ ആരോഗ്യമന്ത്രി നഡ്ഡ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെൻറ്റിൽ എൻ്റെ ചോദ്യത്തിന് പാർലമെൻറ്റിൽ അഷൂറൻസ് ആയിരുന്നു അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കും. ഇപ്പോൾ 13 കൊല്ലം കഴിഞ്ഞു. ആ പ്രോമിസ് കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞു. നിരവധി എയിംസ് രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിൽ പോലും എയിംസ് എന്ന് പറയുന്നത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കേരളം അർഹതപ്പെട്ട സംസ്ഥാനമല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ കുറേ പരാമർശങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒക്കെ തന്നെ, ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. പദ്ധതികളില്ല, ജനറലായിട്ട് പറഞ്ഞു പോകുന്നതിലാണ്ട് ഒന്നുമില്ല. ആരോഗ്യ മേഖലയിൽ നമുക്ക് നല്ല ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളുള്ള നാടാണ് കേരളം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ആരോഗ്യ മേഖലയിൽ. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിനില്ല. മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്പീഡ് കോറിഡോർ ഈ ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് നൽകിയത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയൊന്നും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയായും എല്ലാവരും ബഹുമാനിക്കുന്നതാണ്, രാജ്യം ബഹുമാനിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് 5 കോറിഡോർ അനുവദിച്ചിട്ടും ഹൈസ്പീഡ് കോറിഡോർ അനുവദിച്ചിട്ടും കേരളത്തിനില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ കേരളത്തെ കാണുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനയല്ല ഇത്. ഈ ബഡ്ജറ്റ് കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം.